നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃശൂർ എടക്കളത്തൂരിൽ മകന്റെ വെട്ടേറ്റ് അമ്മ മരിച്ചു. തൃശൂരിൽ CNG ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ച് ഒരാൾ മരിച്ചു. എടത്തിരുത്തിയിൽ മൂരിയുടെ കുത്തേറ്റ് വയോധികന് ഗുരുതര പരിക്കേറ്റു. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ എടക്കളത്തൂരിൽ മകന്റെ വെട്ടേറ്റ് അമ്മ മരിച്ചു. എടക്കളത്തൂർ സ്വദേശി 68 വയസ്സുള്ള ചന്ദ്രമതിയാണ് മരിച്ചത്. എടക്കളത്തൂരിലെ വാടക വീട്ടിൽ ഇന്നലെ രാത്രി 8 മണിയോടെയായിരുന്നു സംഭവം. കുടുംബ വഴക്കിനിടെ മകൻ 38-കാരനായ സന്തോഷ് അമ്മ ചന്ദ്രമതിയെ വെട്ടുകത്തികൊണ്ട് വെട്ടുകയായിരുന്നു. തലയ്ക്കും താടിക്കുമാണ് വെട്ടേറ്റത്. വെട്ടിയ ശേഷം സന്തോഷ് തന്നെയാണ് വിവരം പേരാമംഗലം പോലീസിനെ വിളിച്ചറിയിച്ചത്. പേരാമംഗലം പോലീസ് സ്ഥലത്തെത്തിയപ്പോൾ ചന്ദ്രമതി രക്തത്തിൽ കുളിച്ചു കിടക്കുകയായിരുന്നു. ഉടൻ പോലീസ് ആംബുലൻസ് വിളിച്ച് ചന്ദ്രമതിയെ മെഡിക്കൽ കോളേജിലെത്തിച്ചുവെങ്കിലും ഇന്ന് പുലർച്ചെ 3 മണിയോടെ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. സന്തോഷിനെ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പേരാമംഗലം പോലീസ് കസ്റ്റഡിയിലെടുത്തു. സന്തോഷിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. തൃശൂരിൽ CNG ഓട്ടോറിക്ഷയ്ക്ക് തീപിടിച്ച് ഒരാൾ മരിച്ചു. പെരിങ്ങാവ് മേലുവളപ്പിൽ പരേതനായ രാമകൃഷ്ണൻ മകൻ പ്രമോദാണ് മരിച്ചത്. 47 വയസ്സായിരുന്നു. ഗാന്ധിനഗറിലാണ് സംഭവം. CNG ഇന്ധനത്തിലോടുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് വലിയ രീതിയിൽ തീ ഉയരുകയായിരുന്നു. ആത്മഹത്യയാണെന്നാണ് സംശയിക്കുന്നത്. സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തിനശിച്ചു. ഓട്ടോയിലുണ്ടായിരുന്നയാൾ വെന്തു മരിക്കുകയായിരുന്നു. ആളൊഴിഞ്ഞ ഇടറോഡിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയാണ് കത്തിയമർന്നത്. സ്ഥലത്ത് പോലീസും ഫയർഫോഴ്സും ഉൾപ്പെടെ എത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. ആളൊഴിഞ്ഞ സ്ഥലമായതിനാൽ തീ മറ്റിടങ്ങളിലേക്ക് പടർന്നില്ല. എടത്തിരുത്തിയിൽ മൂരിയുടെ കുത്തേറ്റ് വയോധികന് ഗുരുതര പരിക്ക്. കുട്ടമംഗലം മൂരി സെന്ററിന് സമീപം വലിയകത്ത് മുഹമ്മദിനാണ് വീട്ടിൽ വളർത്തുന്ന മൂരിയുടെ കുത്തേറ്റത്. വെള്ളിയാഴ്ച വൈകിട്ട് 3:30യോടെയായിരുന്നു സംഭവം. വീട്ടിലെ പശുവിന് വെള്ളം കൊടുക്കുന്നിടയിൽ വീട്ടുവളപ്പിൽ നിന്നും കയറൂരി വന്ന മൂരി മുഹമ്മദിനെ ആക്രമിക്കുകയായിരുന്നു. വയറിൽ ആഴത്തിൽ കുത്തേറ്റ മുഹമ്മദിന്റെ കുടൽമാല പുറത്തു വന്ന നിലയിലായിരുന്നു. ഉടൻ തന്നെ ഇരിഞ്ഞാലക്കുട സഹകരണ ആശുപത്രിയിൽ എത്തിച്ച മുഹമ്മദിനെ അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ചന്ദ്രാപ്പനി മധുരംപുള്ളി നടപ്പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി. വർഷങ്ങളായി ജീർണാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന കനോലി കനാലിന് കുറുകെയുള്ള മധുരംപുള്ളി പാലമാണ് താൽക്കാലികമായി അറ്റകുറ്റപ്പണികൾ തീർത്ത് സഞ്ചാരയോഗ്യമാക്കുന്നത്. ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെയാണ് അറ്റകുറ്റപ്പണികൾക്കുള്ള തുക കണ്ടെത്തിയത്. കാട്ടൂർ എടത്തിരുത്തി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിനോട് അധികൃതർ അവഗണന തുടരുന്നതിനെതിരെ നിരവധി പരാതികളാണ് ഉയർന്നിരുന്നത്. ഇതേ തുടർന്ന് E.T. ടൈസൺ MLA ഇരു പഞ്ചായത്തുകളിലെയും പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ യോഗം വിളിച്ചു ചേർക്കുകയും പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ വേഗത്തിലാക്കാൻ തീരുമാനിക്കുകയുമായിരുന്നു. തുടർന്നാണ് കഴിഞ്ഞ ദിവസം പണികൾ തുടങ്ങിയത്. കൈവരികളും അടിത്തട്ടും തകർന്ന ബീമുകളിലെ കോൺക്രീറ്റ് ഇളകി തുരുമ്പിച്ച കമ്പികൾ പുറത്തു കാണുന്ന നിലയിലായിരുന്നു പാലം. ഇവ ബലപ്പെടുത്തി താൽക്കാലികമായി യാത്രായോഗ്യമാക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. 30 വർഷം മുൻപ് നാട്ടുകാർ പണം സ്വരൂപിച്ച് നിർമ്മിച്ചതാണ് മധുരംപുള്ളി പാലം. ഉൾനാടൻ ജലപാത വികസനത്തിന്റെ ഭാഗമായി കനോലി കനാലിന് കുറുകെ ബലക്ഷയമുള്ള അംഗീകൃത പാലങ്ങളുടെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് തുക അനുവദിച്ചിട്ടുണ്ടെങ്കിലും അതിലും ഈ പാലം ഉൾപ്പെട്ടില്ല. ഇതിനിടയിൽ സമീപത്തു തന്നെ പുതിയ പാലം നിർമ്മിക്കുന്നതിനുള്ള മണ്ണ് പരിശോധനയും മറ്റും മുറതെറ്റാതെ നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും പുതിയ പാലത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അധികൃതരിൽ നിന്ന് വ്യക്തമായ മറുപടി ലഭിക്കുന്നില്ലെന്ന് നാട്ടുകാർ ആരോപിച്ചു. ടെൻഡർ നടപടികളും മറ്റും പൂർത്തിയാക്കാൻ സമയമെടുക്കുമെന്നതിനാലാണ് പുതിയ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നീണ്ടുപോകുന്നതെന്നും നിലവിലെ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ എത്രയും വേഗം പൂർത്തീകരിച്ച് യാത്രാ സൗകര്യം ഒരുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്നും E.T. ടൈസൺ MLA പറഞ്ഞു. കൂളിമുട്ടം തട്ടുങ്ങൽ AMUP സ്കൂളിൽ കുട്ടികൾക്കായി നിർമ്മിച്ച പാർക്ക്, മിനി ജിം, ഡൈനിംഗ് ഹാൾ എന്നിവയുടെ ഉദ്ഘാടനം E.T. ടൈസൺ MLA നിർവഹിച്ചു. PTA പ്രസിഡന്റ് KK കണ്ണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമതി സുന്ദരൻ, വാർഡ് മെമ്പർ KK സഗീർ, പ്രധാനാധ്യാപിക KP അജിത, MPTA പ്രസിഡന്റ് PA റൂബിദ, സ്റ്റാഫ് സെക്രട്ടറി VS സൂരജ്, PTA വൈസ് പ്രസിഡന്റ് CA മുഹമ്മദ് അഷ്റഫ് എന്നിവർ സംസാരിച്ചു. സ്കൂൾ മാനേജർ PM അബ്ദുൾ മജീദ് സമ്മാന വിതരണം നടത്തി. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു.
ഇടവേള.